ബിന്ദുവിന്റെ മരണത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അലയടിക്കുന്ന പ്രതിഷേധത്തെ പുച്ഛിച്ചു തള്ളുകയാണ് സിപിഐഎം. ഒരുപാട് സമരം നടത്തി പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഈ കാണുന്ന സമരം ആഭാസമാണ്. പൊതുജനാരോഗ്യ മേഖലയെ താറടിക്കാനുള്ള മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമെന്നാണ് പാർട്ടി മുഖപത്രത്തിലൂടെ പ്രതിപക്ഷ സമരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭരിക്കുന്ന സിസ്റ്റത്തിൽ വീഴ്ചയുണ്ടായാൽ അത് ചോദ്യം ചെയ്യുന്നത് എക്കാലത്തും പ്രതിപക്ഷത്തിന്റെ കടമയാണ്. പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ കണ്ണിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണാഘോഷം മാത്രം. നടക്കുന്നത് സംഘടിത ആക്രമണമെന്ന് വിലയിരുത്തി ആരോഗ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സിപിഐഎം. പ്രതിഷേധത്തെ നേരിടുമെന്ന് ഡിവൈഎഫ്ഐയും വ്യക്തമാക്കുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞു. നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാലും റഹീസ് റഷീദും. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ആയുധമാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ തുടങ്ങിയ പ്രതിഷേധമാണ്. അതിനിടയിൽ ബിന്ദുവിന്റെ മരണം അത് രാഷ്ട്രീയ ആയുധമായി അവർ മാറ്റുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എങ്കിൽ പോലും അതൊരു വിഷയമല്ലേ? ആ വിഷയത്തെ എങ്ങനെയാണ് മരണവ്യാപാരികൾ, ആഭാസ നൃത്തം എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായും പുച്ഛിച്ചു തള്ളാൻ കഴിയുന്നത്? പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? റോഷിപാൽ. സുജയ പാർവതി, ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് തൊട്ടുപിന്നാലെ തന്നെ UDF പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയതാണ്. അതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരു സ്ത്രീ മരിക്കുന്നത്. അതുകൂടി വന്നതോടെയാണ് ഈ സമരത്തിന് കൂടുതൽ വീര്യം പകർന്നത്. തൊട്ടുപിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒപ്പം യൂത്ത് ലീഗ് അടക്കം പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങി പ്രതിഷേധം തുടങ്ങി. ഇന്ന് 3-ാം നാളാണ്. തെരുവിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസവും പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് യുവജന സംഘടനകളുടെ തീരുമാനം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം, ഒപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. ശക്തിയുക്തം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ യാതൊരു തരത്തിലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു അന്വേഷണമോ മറ്റ് നടപടികളോ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് സൂചനകൾ പോലും പുറത്തു വരുന്നില്ല. മന്ത്രിക്ക് വലിയ പിന്തുണ ഒരു ഭാഗത്ത് ലഭിക്കുന്നുമുണ്ട്. അത് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ പ്രതിഷേധം കണ്ടതാണ്. തിരുവനന്തപുരത്ത് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും 1 മണിക്കൂറോളമാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും അവർ സമരം അവസാനിപ്പിക്കാതെ അവർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമരം തുടരും. കോൺഗ്രസ് ഇനി ജില്ലാ ആശുപത്രികളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് മാർച്ച് നടക്കുന്നത്. പിന്നീട് തുടർ സമരങ്ങൾ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുക. അപ്പോൾ സമരം തുടരും, അതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. സിപിഐഎമ്മിന്റെ നിലപാട് എന്താണ്? മന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി സെക്രട്ടറിയെ നമ്മൾ കണ്ടു. രാജിയൊക്കെ ആവശ്യപ്പെടും, പക്ഷേ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതും ഉറക്കെ പറയുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരിടത്തും മന്ത്രിക്കെതിരായ ഒരു വാക്കുപോലും പാർട്ടി കേഡറുകളിൽ നിന്നോ അനുഭാവികളിൽ നിന്നോ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി തുടരുന്ന ഒരു സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത്? നീക്കം എങ്ങനെ, ഈ സമരത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക പാർട്ടിയും സർക്കാരും? സുജയ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ പുച്ഛിച്ച് തള്ളുന്ന സമരങ്ങളെ ഒരു നിലയ്ക്കും മുഖവിലക്കെടുക്കാത്ത ഒരു നിലപാടാണ് CPIMന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റോറിയലൊക്കെ വായിച്ചാൽ മാധ്യമങ്ങൾ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 14-ാം വാർഡ് തള്ളി തകർത്ത് താഴെ ഇട്ടു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ദേശാഭിമാനിയിലും മറ്റും ഉള്ളത്. പ്രതിപക്ഷം ഇതിന് ആയുധമാക്കുന്നു, ആയുധം കൊടുക്കുന്നു, അല്ല മാധ്യമങ്ങൾ ആയുധം കൊടുക്കുന്നു, പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആക്രമണമാണ് എന്നതൊക്കെയാണ് CPM ഇതിന് കാണുന്ന വ്യാഖ്യാനം. എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള വീഴ്ചയും സർക്കാരിനോ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോ അല്ലെങ്കിൽ VN വാസവനോ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, പാർട്ടിക്കും മന്ത്രിക്കും സർക്കാരിനുമെതിരായുള്ള വിമർശനം പൊതുജനാരോഗ്യ രംഗത്തെ ആകെ തകർക്കാനാണ്. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് അച്ചാരം വാങ്ങി നടത്തുന്ന പ്രതിഷേധങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ടാണ് അവർ കാണുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തി ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് CPM കാണുന്ന രീതി. ആരോഗ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ് വിശ്രുതനെയും നവമിയെയും നവനീതിനെയും ഒക്കെ കാണാനായി കോട്ടയത്തേക്ക് പോകുന്നുണ്ട്. മന്ത്രിയുടെ ഒരു പ്രതികരണം അത് വേണ്ട എന്നത് പാർട്ടി തീരുമാനമാണോ എന്ന് തോന്നുന്നില്ല സുജയ. കാരണം ഈ വിഷയം വരുന്ന, അതായത് ഈ വിഷയത്തിന് മുമ്പ് പലതരത്തിലുള്ള വിഷയങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുന്ന സമയത്തും മന്ത്രിയിൽ നിന്നൊരു പ്രതികരണം നമ്മൾ തേടുമ്പോൾ സാധാരണഗതിയിൽ കിട്ടാറില്ല. ഇനി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ പ്രതികരണം നോക്കുമ്പോൾ അവരും തരാറില്ല. ചില സമയത്ത് ചില ആളുകളുടെ അല്ലെങ്കിൽ ചില
ചില മന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ വീണ ജോർജിൽ നിന്ന് കാണുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പലതരത്തിൽ പലതവണ വീണ ജോർജിൻ്റെ ഒരു പ്രതികരണം എടുക്കാൻ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും പിടിതരാതെ മന്ത്രി പോവുകയാണ്. ഒരുപക്ഷെ വിവാദങ്ങൾ പ്രതികരിക്കാതിരിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. മന്ത്രി പ്രതികരിക്കാൻ സമയമായി എന്ന് തോന്നുമ്പോൾ പ്രതികരിക്കട്ടെ. പക്ഷേ അവർക്കെതിരായ പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുന്നത് ആരോഗ്യമന്ത്രി കാണുന്നുണ്ടാകുമല്ലോ, അല്ലേ? റഹീസ് ഋഷി, താങ്ക് യു സോ